നമസ്കാരം. വളരെ അപൂർവമായി മാത്രമേ പൊതുപരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് 3:30-4 മണിയാകുമ്പോൾ തുടങ്ങുന്ന യുദ്ധമാണ്. അത് അവസാനിക്കുമ്പോൾ ഒരു സമയമാകും. ആകപ്പാടെ ഒരു ഹോബി ഉള്ളത് അല്പം കൃഷിപ്പണിയാണ്. അത് കഴിയുന്നത്രയും ദിവസം ചെയ്യാൻ ശ്രമിക്കും. അതിനിടയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, സർക്കാരിന്റെ ശല്യം, മുതലാളിമാരുടെ ശല്യമൊക്കെ മറികടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ തിരക്കിട്ട ജീവിതത്തിൽ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങളിൽ ഒരു 30-40% പോലും എല്ലാ ദിവസവും നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും പബ്ലിക് പരിപാടികൾ ഒഴിവാക്കും. എന്നാൽ ചില പരിപാടികൾ വിളിക്കുമ്പോൾ ഒഴിവാക്കാൻ തോന്നിയെന്ന് വരില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ പോവാൻ ഞാൻ താല്പര്യം കാട്ടാറുമുണ്ട്. കാരണം എൻ്റെ ദൈനംദിന ജോലിയെ ബാധിക്കാത്ത തരത്തിൽ പങ്കെടുക്കാൻ കഴിയാറുണ്ട്. അതുകൊണ്ടാണ് സൂര്യ ഫെസ്റ്റിവലിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആവേശത്തോടെ സ്വീകരിച്ചത്. സൂര്യ ഫെസ്റ്റിവൽ സാധാരണ ഒരു ഫെസ്റ്റിവൽ അല്ല. പതിറ്റാണ്ടുകളായി തലസ്ഥാന നഗരിയെ കോൾമേർ കൊള്ളിക്കുന്ന ഏറ്റവും വലിയ കലാസന്ധ്യയാണ്. ക്ലാസിക്കൽ നൃത്തങ്ങളിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് എത്തപ്പെടാത്ത അവസ്ഥകളൊന്നുമില്ല. സൂര്യ ഫെസ്റ്റ് തിരുവനന്തപുരംകാർ ഓരോരുത്തരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാ ഉത്സവമാണ്. അതിൽ പുതുതായി തുടങ്ങിയതാണ് ടോക്ക് ഷോ. എന്ന് വെച്ചാൽ 1.5 ആഴ്ച തുടർച്ചയായി ഓരോ ആളുകളുടെ പ്രസംഗമുണ്ടാവും. അരമണിക്കൂർ പ്രസംഗവും 10 മിനിറ്റ് സംവാദവും എന്ന തരത്തിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഒന്ന്. ഇതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നിറഞ്ഞ ഒരു സദസ്സുണ്ടാവും. ആ സദസ്സി പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വരുന്നവരാ. പലപ്പോഴും പ്രസംഗങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഡാൻസോ പാട്ടോ കൂത്തോ പരിപാടിയോ ഒക്കെ കാണാൻ വരുന്ന ആളുകളായിരിക്കും. അവർ അതിനു മുമ്പ് നടക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് താല്പര്യമുണ്ടായിട്ടല്ല. ഈ പ്രസംഗം മാത്രമാണെങ്കിൽ വരുന്നവരല്ല. പക്ഷേ സൂര്യകൃഷ്ണമൂർത്തി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രത്യേകത, ഒരു ദിവസം പ്രസംഗമുണ്ടെങ്കിൽ ആ പ്രസംഗമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗത്തിൽ ക്ഷണിക്കപ്പെടുന്നത് ഒരു അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. ശ്രീജിത്ത് പണിക്കരും സന്ദീപ് വാര്യരും അഡ്വക്കേറ്റ് ജയശങ്കറും ജോമോൻ പുത്തമ്പരയ്ക്കലും VN വാസവനും ഒക്കെ ഇത്തവണത്തെ ആ ശ്രേണിയിൽപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ എളിയവനായ എന്നെയും ബഹുമാന്യനായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തൈക്കാട് ഗണേശ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുമ്പിലായിരുന്നു പ്രസംഗിക്കേണ്ടി വന്നത്. വാസ്തവത്തിൽ ആദ്യം ഒരു സഭാകമ്പം രൂപപ്പെട്ടു. മറ്റൊന്നുകൊണ്ടുമല്ല, പലപ്പോഴും എൻ്റെ മുമ്പേ പ്രസംഗകരുണ്ടാവും. അവരുടെ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ട് ആ ഒരു വൈബിലേക്ക് വന്നിട്ട് അതിന് തുടർച്ചയായി പ്രസംഗിക്കുക. ഇവിടെ ഞാൻ മാത്രം സ്വാഗത പ്രസംഗം പോലുമില്ല. കൃത്യം 6:45 പേര് വിളിക്കുകയാണ്. സൂര്യയുടെ പരിപാടികളെല്ലാം അങ്ങനെയാ. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എപ്പോഴാണോ സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തുടങ്ങിയിരിക്കും. എന്നോട് കൃഷ്ണമൂർത്തി സാർ നേരത്തെ പറഞ്ഞു 6:45 പരിപാടി, 6:30 മുമ്പ് എത്തണമെന്ന് കരുതി. ഞാൻ എന്തായാലും 6 മണി കഴിഞ്ഞപ്പോഴേ ചെന്ന ആളുകളെയൊക്കെ കണ്ടു, സംസാരിച്ചു. പലരും ഫോട്ടോ എടുക്കാനുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ട് സദസ്സിന് മുമ്പിൽ പോയിരുന്നു. കൃത്യം 6:45 വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിൽ ചെന്ന് കയറിയപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി. ഒന്നാമത്തെ കാര്യം, ഒരു വിഷയം നിശ്ചയിച്ചിരുന്നില്ല. പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. എന്തും പ്രസംഗിക്കാമെന്ന അവസ്ഥയായിരുന്നു. അരമണിക്കൂർ പ്രസംഗവും 10 മിനിറ്റ് ചർച്ചയും എന്ന് പറഞ്ഞെങ്കിലും കൃഷ്ണമൂർത്തി സാർ പറഞ്ഞു, അങ്ങനെയൊന്നും നോക്കണ്ട, ഷാജൻ പ്രസംഗിച്ചോളാൻ. ഞാൻ ജീവിതത്തിൽ 20-25 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമെന്ന് കരുതിയാണ് പ്രസംഗിക്കാൻ കയറിയത്. പക്ഷേ ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു നിന്നു എന്ന ഖേദം എനിക്കുണ്ട്. കാരണം വിഷയം കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്നോ തുടങ്ങി എവിടേക്കോ പോവുകയായിരുന്നു. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ എരുമേലി പഞ്ചായത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ മുതൽ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരെന്ന വിവാദ പുരുഷനായി മാറുന്നത് വരെയുള്ള കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം. ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് കാര്യങ്ങളെ സ്പർശിക്കാൻ എനിക്ക് കഴിഞ്ഞു. എഴുതി വെച്ചോ പോയിന്റ് കുറിച്ചൊന്നും ആയിരുന്നില്ല. അപ്പോൾ തോന്നിയ കാര്യങ്ങൾ പറയുകയായിരുന്നു. വാസ്തവത്തിൽ വല്ലാത്തൊരു അനുഭവമായി അത് മാറി. ഇടയ്ക്കൊരു സമയത്ത് ഒരു ജീവിതാനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് കടയ്ക്കാവൂരിലെ അമ്മ മകനെ പീഡിപ്പിച്ച കേസ് കൈകാര്യം ചെയ്ത് അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ആ സാഹചര്യം വിശദീകരിക്കാൻ നേരത്തെ എനിക്കത് പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല. കണ്ണു നിറഞ്ഞ് അവിടെ വെച്ച് പ്രസംഗം ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതുപോലെ എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. കടയ്ക്കാവൂർ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് അധികം അകലമല്ലാത്തൊരിടത്ത് ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒരു അമ്മ തന്റെ 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. കാരണം പാശ്ചാത്യ രാജ്യത്തൊക്കെ ഇത് നടക്കും, നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു സ്ത്രീ, ഒരു അമ്മ 11 വയസ്സുള്ള തന്റെ മകനെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോ മാധ്യമങ്ങൾ ആഘോഷിച്ചു. അത് സത്യമല്ലെങ്കിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നായിരുന്നു പ്രസംഗം മുമ്പോട്ട് പോയത്. ആ പ്രസംഗത്തിന്റെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ കാണിക്കുകയാണ്. ആ പ്രസംഗം മുഴുവൻ കേൾക്കാൻ താല്പര്യമുള്ളവർ ദയവായി പിൻ ചെയ്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കേൾക്കുക. മറുനാടൻ എക്സ്ക്ലൂസീവിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച്, സത്യത്തിന് കാവൽ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അതിന്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന അപവാദങ്ങളെക്കുറിച്ച്, മുസ്ലിം വിരുദ്ധൻ എന്ന പട്ടത്തെക്കുറിച്ചൊക്കെയുള്ള അതിവൈകാരികമായ ഒരു പ്രസംഗമായിരുന്നത്. മറുനാടനെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സമയം കണ്ടെത്തി മറക്കാതെ ഈ പ്രസംഗം മുഴുവൻ കേൾക്കുക. ലിങ്കിലുണ്ട്. അതിലെ ഹൈലൈറ്റുകൾ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നു. വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. പലരും പറയാറുണ്ട്, ഇതെന്തോ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാശുണ്ടാക്കാനുള്ള വഴിയാണ്. അതിനാദ്യമേ ഞാനൊരു മറുപടി പറയാം. അങ്ങനെ കാശുണ്ടാക്കാനായിരുന്നു ഞാൻ ഈ തൊഴിലിൽ ഇറങ്ങിയതെങ്കിൽ എന്റെ നിലപാട് ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ എടുക്കുന്ന നിലപാട് അല്ല ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന നിലപാട്. കാരണം നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ഏതെങ്കിലും ഒരു പക്ഷമുണ്ട്. രാഷ്ട്രീയത്തിന്റെ പക്ഷമോ മതത്തിന്റെ പക്ഷമോ ഭൂരിപക്ഷം പേർക്കും. ആ പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് സെലിബ്രിറ്റികളാവുന്നത്. പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് എല്ലാ മേഖലയിലും തിളങ്ങുന്നതും ആരാധിക്കപ്പെടുന്നതും കൊണ്ടാടപ്പെടുന്നതും. എല്ലാവർക്കും അറിയാം, എന്നെ പലരും സംഘി എന്ന് വിളിച്ചാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ എന്നെ കൂടുതലായി ചീത്ത വിളിക്കുന്നത് സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്നവർ. സംഘപരിവാർ പക്ഷം ഞാൻ പറയുന്നില്ല, BJP പക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ എനിക്ക് അവരോട് ഒരു പരാതിയുമില്ല. ഞാൻ സന്തുഷ്ടനാവുന്നത് അവരെന്നെ ചീത്ത വിളിക്കുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് പോലും ചിലപ്പോൾ സംശയം തോന്നിപ്പോ ഇനിയിപ്പോ ഞാൻ സംഘിയാണോ, ഞാൻ സംഘിയല്ല എന്ന് ചില വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് അറിയപ്പെടുന്ന സംഘികൾ എന്നെ ചീത്ത വിളിക്കുമ്പോഴാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് സത്യത്തിൻ്റെതാണ് എന്ന് ഞാൻ പറയും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. അത് സത്യം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. നമ്മുടെ വീക്ഷണത്തിൽ നിൽക്കുന്നതാണ് സത്യം. സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സത്യത്തെ വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും നമ്മുടെ ചിന്തയിലൂടെയാണ്. അനാവശ്യമായി ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന ചാപ്പ എന്റെ മേൽ ചുമത്തപ്പെടുകയും നല്ലവരായ മുസ്ലിം സഹോദരങ്ങളിൽ ചിലരെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതിൽ മാത്രം എനിക്ക് വിഷമമുള്ളൂ. എന്തിനാണ് ഞാൻ മുസ്ലിം വിരോധിയാവുന്നത്? എന്തിനാണ് ഞാൻ ക്രിസ്ത്യൻ വിരോധിയാവുന്നത്? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സത്യമാണ്, ശരിയാണ്, ശാന്തിയാണ്, സമാധാനമാണ്. എല്ലാ മതങ്ങളോടും എല്ലാ വിശ്വാസങ്ങളോടും എനിക്ക് ആദരവുമാണ്. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു മതത്തിന്റെ ആചാരങ്ങൾ പോലും എന്റെ ബുദ്ധിയിൽ തെറ്റാണെങ്കിൽ അത് പറയരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തെ തിരുത്തണം. വേറൊരു മതത്തിന്റെ കാര്യത്തിൽ പോയി ഞാൻ ഇടപെടരുത്. വിശ്വസിക്കുന്നവർ തിരുത്തുന്നത് എന്റെ വിശ്വാസമാണ്. അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും സിവിൽ റൈറ്റ്സിന്റെ ഉസ്താദുക്കളാണ്. അവരാണ് അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പും ഒക്കെയാണ് മൗലികാവകാശങ്ങളുടെ കണ്ടുപിടുത്തക്കാർ. അവർക്ക് ക്രിസ്ത്യൻ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം, ജനാധിപത്യ ഭരണ സംവിധാനം നടത്താമെങ്കിൽ, അറബ് രാജ്യങ്ങൾക്ക് ഇസ്ലാമിക മൂല്യാധിഷ്ഠിതമായ ഭരണ സംവിധാനം നടത്താമെങ്കിൽ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഈറ്റില്യമായ ഭാരതത്തിന് ഹൈന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മൂല്യബോധത്തോടെ ഭരണം നടത്തിക്കൂടെ? ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സർക്കാർ വേട്ടയാടാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം സർക്കാരിന്റെ വേട്ടയുടെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. 6 മാസം കൊണ്ട് 2 ഡസൻ ജാമ്യമില്ല വകുപ്പിൽ കേസാണ് സർക്കാർ എനിക്കെതിരെ എടുത്തത്. ഞാൻ അപ്പോഴും സർക്കാരിനെ കുറ്റം പറയത്തില്ല. കാരണം അവരത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നിത് ചെയ്യും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അതിനെ അതിജീവിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചു. പിറകോട്ട് പോവാതെ യുദ്ധം തുടരാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതൊക്കെ സഹിക്കാം. അതിസമ്പന്നരായ ചിലർ പ്രലോഭനം കൊണ്ടും പണം കൊണ്ടും ഒതുക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ, നിയമപരമായ നടപടി കൊണ്ടും തീർക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ വളഞ്ഞ വഴികൾ സ്വീകരിക്കും. ഞാൻ ഒരു മതത്തോടും വിരോധമുള്ളയാളല്ല. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അടിസ്ഥാനപരമായി രൂപമില്ലാത്ത, മതമില്ലാത്ത, ഭാഷയില്ലാത്ത, ഭാവമില്ലാത്ത ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ച മനുഷ്യനാണ്. എന്റെ മതം സ്വാതന്ത്ര്യമാണ്. എന്റെ മതം ഫ്രീ സ്പീച്ചാണ്. എന്റെ ചങ്ങാതിമാർ ആരും ചേർത്ത് നിർത്താനില്ലാത്ത പാപങ്ങളാണ് എന്ന് വിളിച്ചു
പറയാൻ തോന്നാറുണ്ട്.